ഇവിടെ വൈഫ് നൈറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് അവളെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇവളും അവൻ എവിടെ പോകുന്നത് നോക്കാൻ വേണ്ടി പുറകെ ചെല്ലുന്നു. നോക്കുമ്പോൾ അവൻ നേരെ കിച്ചണിൽ പോയി ഫ്രിഡ്ജ് തുറക്കുന്നു. എന്നിട്ട് അതിനകത്ത് നിന്ന് കുക്ക് ചെയ്യാത്ത പച്ച മീനും മുട്ടയും ഇറച്ചിയും ഒക്കെ എടുത്ത് തിന്നുന്നു. ഇത് കണ്ട് അവന്റെ വൈഫ് തന്നെ ഒമിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ കുറെ വെള്ളം കുടിച്ചു തിരിച്ചു നടക്കുമ്പോൾ അവന്റെ വീട്ടിലെ ഇവനെ നോക്കി കുരയ്ക്കുന്നു. ഇവനൊന്ന് അതിനെ തുറച്ചു നോക്കുമ്പോൾ തന്നെ അത് കുരയിൽ നിർത്തുന്നു. എന്നിട്ട് ഇവൻ ജനാല തുറന്ന് വെളിയിലേക്ക് എടുത്ത് ചാടാനായിട്ട് ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇവന്റെ വൈഫ് എങ്ങനെയൊക്കെ അവനെ പിടിച്ച് രക്ഷിക്കുന്നു. അപ്പോഴാണ് അവനിക്ക് ശരിക്കും ബോധം തന്നെ വരുന്നത്. എനിക്കൊന്നും അറിയാത്ത പോലെ എന്ത് പറ്റിയെന്ന് അവന്റെ വൈഫിനോട് തിരക്കുന്നു. ഇവനിക്കാണെങ്കിൽ നടന്ന ഒരു കാര്യവും ഓർമ്മയില്ല. അങ്ങനെ പിറ്റേന്ന് ഇവരൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ഡോക്ടറാണെങ്കിൽ അവനിക്കുള്ള രോഗത്തിന് ട്രീറ്റ്മെന്റ് നടത്തുന്നു. പിന്നീട് മരുന്നൊക്കെ കഴിച്ച ദിവസങ്ങൾ പോകുന്നു. പെട്ടെന്ന് ഒരു ഡേ നോക്കുമ്പോൾ ഇവന്റെ നായയെ കാണാനില്ല. അവസാനം ചെന്ന് നോക്കുമ്പോൾ അതിനെ കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അത് വേറെ ആരുമല്ല ചെയ്തത്, ഇവൻ തന്നെയാണ്. സത്യത്തിൽ ഇവൻ എന്താണ് എങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവന്റെ നെയ്ബറായിട്ട് കുറച്ചു നാൾ മുന്നേ ഒരു കിളവൻ താമസിച്ചിരുന്നു. അയാൾക്കാണെങ്കിൽ ഇവന്റെ വൈഫിനോട് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പോകെ കുറച്ചു നാൾ മുന്നേ അയാൾ മരണപ്പെടുന്നു. ഇപ്പോൾ അയാളുടെ ആത്മാവാണ് ഇവന്റെ ദേഹത്ത് കയറി ഇവളോടൊപ്പം ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.